ഈ സിസ്റ്റം തന്നെയാണ് ഈ സിസ്റ്റം പൊളിച്ചണം എന്ന് പറയുന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. സബ് ജില്ലാ ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് നടത്താതെ കേവലം സെലക്ഷൻ ട്രയൽസ് മാത്രം നടത്തുന്ന വിദ്യാഭ്യാസ വകുപ്പിനെതിരെ MSFന്റെ പ്രതിഷേധം. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ജില്ലാ സെലക്ഷൻ ട്രയൽസ് ക്യാമ്പിലേക്കാണ് MSF പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മലപ്പുറം ജില്ലയിലെ 17 സബ് ജില്ലകളിലും സബ് ജില്ലാ ഫുട്ബോൾ ടൂർണമെന്റ് നടത്താതെ ട്രയൽസ് മാത്രം നടത്തി 24-ന് കണ്ണൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിനുള്ള ജില്ലാ ടീമിലേക്ക് മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെയാണ് MSF പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇതിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാ ട്രയൽ സെലക്ഷൻ ക്യാമ്പ് MSF പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ തടഞ്ഞു. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് സെലക്ഷൻ ക്യാമ്പ് നടത്തുന്നതെന്നും കഴിവുള്ള കുട്ടികളുടെ അവസരങ്ങൾ ഇതിലൂടെ നഷ്ടപ്പെടുകയാണെന്നും MSF നേതാക്കൾ ആരോപിച്ചു. 17 സബ് ജില്ലകളുണ്ട് നമ്മുടെ ജില്ലകളിൽ. 17 സബ് ജില്ലകളിൽ മഞ്ചേരിയും വേങ്ങരയും അതുപോലെ തന്നെ കൊണ്ടോട്ടിയിലൊന്നും സബ് ജില്ലകൾ നടന്നിട്ടില്ല. ഒട്ടുമിക്ക സബ് ജില്ലകളിലും മാനദണ്ഡം പാലിക്കാതെയാണ് സബ് ജില്ല നടത്തിയിട്ടുള്ളത്. സബ് ജില്ലകൾ നടത്തുക എന്ന് പറഞ്ഞാൽ ഓരോ സബ് ജില്ലയിലും 11-12 സ്കൂളുകളുണ്ടാവും. സ്കൂളുകൾ തമ്മിൽ മത്സരം നടത്തിയിട്ട് അത് സെലക്ഷൻ നടത്തിയിട്ടാണ് സബ് ജില്ലയിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക. ഈ മാനദണ്ഡമൊന്നും പാലിക്കാതെ സ്കൂൾ ബേസ് നടത്താതെ ട്രയൽസ് മാത്രം നടത്തി കഴിവുള്ള കുട്ടികളുടെ സ്കില്ല് പുറത്തെടുക്കാൻ സമയം കിട്ടാത്ത രീതിയിൽ ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ മാത്രം കളിപ്പിച്ച് ആ കുട്ടിനെ കയറ്റി അടുത്ത കുട്ടീനെ ഇറക്കുക. ഈ രീതിയിൽ ട്രയൽസ് നടത്തിയിട്ടാണ് കുട്ടികളെ ജില്ലയിലേക്ക് പറഞ്ഞു വിടുന്നത്. ആ രീതിയിൽ MSF സമ്മതിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ മിക്ക സബ് ജില്ലകളിലും തടഞ്ഞതും നടന്ന സബ് ജില്ലകളിലെല്ലാം ഈ പ്രോഗ്രാം നടന്നതും. മാത്രമല്ല കുട്ടികൾക്ക് ഇപ്പോൾ ഇന്നലെ സബ് ജില്ലകളുണ്ട്. ആ സബ് ജില്ല ഇന്നലെ വൈകുന്നേരത്തായിരിക്കും അവർ വീട്ടിലെത്തിയിട്ടുണ്ടാവും. 8 മണിക്കോ 9 മണിക്കോ നടത്തിയിട്ടുണ്ടാവാം. ഇന്നലെ 10 വരെ ജില്ലയുടെ നിർദ്ദേശം കിട്ടിയിട്ടില്ല. ഇന്നലെ നടന്ന സബ് ജില്ലയ്ക്ക് ഇന്ന് രാവിലെ ഇവിടെ ഈ പെരിന്തൽമണ്ണയിൽ എത്തേണ്ട അവസ്ഥയാണ്. ജില്ല കളിക്കാൻ വേണ്ടി വരുന്ന അവസ്ഥയാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഇന്ന് കൊണ്ടോട്ടിലെ സബ് ജില്ല അവർ പദ്ധതി ഇട്ടുണ്ടായിരുന്നത് 6:30 മണിക്ക്. ഇന്ന് സബ് ജില്ല കളിച്ച് വരുന്ന കുട്ടികൾ ഇന്ന് തന്നെ ജില്ലയും കളിക്കണം എന്നൊരു രീതിയാണ്. മാത്രമല്ല ഒരു കുട്ടികൾക്ക് കളിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് 20 മിനിറ്റോ 25 മിനിറ്റോ 30 മിനിറ്റോ ഒക്കെ വേണം. അതൊന്നുമില്ലാതെ 10-15 മിനിറ്റിൽ ഒതുക്കുന്ന ഒരു പ്രവണതയാണ്. കുട്ടികൾ കളി കഴിഞ്ഞാൽ ഇന്റർനാഷണൽ പ്ലേയേഴ്സ് വരെ ഒരു ദിവസം കളി കഴിഞ്ഞാൽ 2 ദിവസം റെസ്റ്റ് എടുത്താൽ അടുത്ത മാച്ച് ഉണ്ടാവുള്ളൂ. ഇതുപോലും കുട്ടികൾക്ക് കൊടുക്കാതെ, ആരോഗ്യമില്ലാത്ത പ്രൊഫഷണൽ അല്ലാത്ത കുട്ടികൾക്ക് കൊടുക്കാതെ കുട്ടികളെ നിരന്തരം താഴ്ന്നിട്ട് 3 വർഷമായിട്ട് ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ DDA നിരന്തരം ബന്ധപ്പെടാൻ നോക്കി ശ്രമിച്ചു. ഒരു മറുപടിയില്ല. DDA ഫോൺ എടുക്കുന്നതില്ല. ഒരു ഓഫീസിൽ ചെന്നപ്പോൾ DDA അവിടെ ഉള്ളതാനും. മാത്രമല്ല ഇവർ ഈ പരിപാടി ചുരുക്കിയിട്ട് ഇപ്പോൾ സബ് ജില്ല നടത്താനൊരു ഫണ്ട് ഉണ്ടാവും, ജില്ല നടത്താനൊരു ഫണ്ട് ഉണ്ടാവും. ഇതൊക്കെ ചുരുക്കിയിട്ട് എനിക്ക് സംശയം, MSFന് സംശയം, ഈ ഫണ്ടെല്ലാം പോക്കറ്റിൽ ഇടുന്നുണ്ടോ സംശയമാണ്. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് നല്ലൊരു പ്രൊഫഷണൽ കളിക്കാരനോ ഫുട്ബോൾ പ്ലെയറോ വളർന്നു വരാനുള്ളൊരു ചാൻസ് ഇല്ല. ഇതിനൊക്കെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്, അധികാരികളുടെ പ്രശ്നമാണ്. അല്ല നമ്മുടെ നാട്ടിൽ 130 കോടി ജനങ്ങളുള്ള ഒരു നാട്ടിൽ ഇത്രയും 11 പ്ലെയേഴ്സിനെ കണ്ടെത്താനും FIFA റാങ്കിങ്ങിൽ മുൻനിരയിൽ എത്തിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് വളർന്നു വരുന്ന തലമുറയ്ക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല. ഇവിടെ സംവിധാനം സിസ്റ്റം വളരെ മോശമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എനിക്ക് സംശയം DD ഇതുവരെ അച്ചിങ്ങ പോലും തട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് സംശയം. അയാൾക്ക് ഫുട്ബോൾ എന്താണെന്ന് അറിയുപോലുമില്ല. ഫുട്ബോൾ അറിയുന്ന ആളുകൾ ഇങ്ങനെ പറയില്ല. മഞ്ചേരി, വേങ്ങര, കൊണ്ടോട്ടി സബ് ജില്ലകളിൽ നിന്നും ഇതിനോടകം തന്നെ ട്രയൽസ് നടത്തി ജില്ലാ ക്യാമ്പിലേക്ക് മത്സരാർത്ഥികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അധ്യാപകർ പോലും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ നടപടിയെ അനുകൂലിക്കുന്നില്ലെന്നും ഇത് വെറും പ്രഹസനം മാത്രമാണെന്നുമാണ് MSFന്റെ അഭിപ്രായം. ഇവർ ചെയ്യുന്ന ഉടായ്പ പരിപാടിക്ക് അധ്യാപകർ പോലും സപ്പോർട്ടില്ല. അപ്പൊ ആർക്കും വേണ്ടിയിട്ട് അവർ ഈ കളി നടത്തുന്നത്? കുറച്ച് ദിവസം കുട്ടികളെ വിളിച്ചു വരുത്തുക, ഒരു പ്രഹസനം എന്നുള്ള രീതിയിൽ സെലക്ഷൻ ട്രയൽസ് നടത്തുക. അപ്പം ഇതിലിപ്പം ഞാൻ ഇന്ന് പോലീസുകാരെ വിളിച്ചു വരുത്തിയിട്ടുണ്ടല്ലോ. DDയോട് ചോദിക്കാനുള്ളത്, പോലീസുകാരിൽ തന്നെ സ്പോർട്സ് കോട്ടയിൽ കയറിയ ആളുകളുണ്ട്. ഈ ഒരു പ്രഹസനം നടത്താതെ കുട്ടികളുടെ കായിക ശേഷി വളർത്തിയെടുക്കുന്ന രീതിയിൽ സബ് ജില്ലാതലങ്ങൾ മത്സരങ്ങൾ നടത്തണം. അത് നടത്തിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ ഇത്തരത്തിലുള്ള ജില്ലാതല മത്സരങ്ങൾ നടത്താൻ ഞങ്ങൾ അനുവദിക്കുള്ളൂ എന്നുള്ളത് മാത്രം പ്രഖ്യാപിക്കാനാണ് MSF എത്തിയിട്ടുള്ളത്. ഇന്ന് ഇവിടെ സെലക്ഷൻ ട്രയൽസ് അല്ലെങ്കിൽ ജില്ലാതല മത്സരങ്ങൾ നടക്കില്ല എന്ന്. മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി എടപ്പാൾ, താനൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും എത്തിയവർക്ക് സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുക്കാനാവാതെ തിരിച്ചു പോവേണ്ടി വന്നത് ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. ഈ ഒരു ജില്ലാ ഫുട്ബോൾ ടൂർണമെന്റുമായി ബന്ധപ്പെട്ട സംഘാടകരുടെ അലംഭാവം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് കായിക താരങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എടപ്പാളിൽ നിന്നും
താനൂരിൽ നിന്നൊക്കെ ഒരുപാട് താരങ്ങളും ടീമുകളും അധ്യാപകരും എത്തിയിട്ടുണ്ട്. അവരോട് ഇന്നാണ് മത്സരമെന്ന് അറിയിച്ചിരുന്നു എങ്കിലും ഇവിടെ എത്തിയ സമയത്ത് മത്സരം നാളെയാണെന്ന് അറിയിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവിടെ MSFന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. നമുക്ക് ഇവിടുത്തെ അധ്യാപകരോട് തന്നെ ചോദിക്കാം. നിങ്ങളുടെ മത്സരം ഇന്ന് ഉണ്ട് എന്ന് അറിയിച്ചതിന്റെ ഭാഗമായാണ് നിങ്ങളും ടീം അംഗങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ എത്തിയ സമയത്ത് നിങ്ങളോടും മറ്റ് ടീമുകളോടും മത്സരം നാളെയാണെന്ന് അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ എന്താണ് സംഘാടകർ നിങ്ങളോട് പറയുന്ന ഒരു തീരുമാനം? ഇന്ന് ഇവിടെ കളി ഉണ്ട് എന്ന് പറഞ്ഞത് പെരിന്തൽമണ്ണ ഗ്രൗണ്ടിൽ വെച്ചിട്ട്. ഇന്നിപ്പോൾ രാവിലെ വന്നിട്ട് ഞങ്ങൾ ഒഫീഷ്യൽസിനെ കണ്ടപ്പോൾ പറഞ്ഞ് നാളെയാണ് കളി പറഞ്ഞ്. ഞങ്ങൾ അത്ര എടപ്പാളിൽ നിന്ന് ലോങ്ങിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. പല കുട്ടികൾക്കും സ്കൂളിൽ നിന്ന് അതായത് പൈസ കൊടുത്തിട്ടില്ല, ഇത് കഴിഞ്ഞ ശേഷം ക്യാഷ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ കളി നടന്നിട്ടില്ലെങ്കിൽ റിട്ടേൺ പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ഫണ്ട് കിട്ടുമോ ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ബസ്സിന് 5000 രൂപയാണ് ചിലവ് വന്നിരിക്കുന്നത്. ഇന്ന് നടന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമാവും. അത് ഞാൻ എടപ്പാൾ സബ് ജില്ല നല്ലപോലെ തന്നെ നടന്നിരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ഒക്കെ സ്പീഡായിട്ട് വന്നത്. പിന്നെ ഞാൻ സബ് ജില്ല നടന്ന് ഇപ്പോൾ റവന്യൂ നടത്തുന്നു. ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല, ആ മാത്രം പ്രശ്നമുള്ളൂ. ഞങ്ങൾ സെലക്ട് ചെയ്ത് 18 പ്ലേയേഴ്സിനായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു അലംഭാവമായി കിടക്കുകയാണ്. ഞങ്ങൾക്ക് വരാനും ഭയങ്കര ബുദ്ധിമുട്ടായി. ഇന്ന് കളിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടമാവും അത് മൊത്തത്തിൽ. നമ്മളോടൊപ്പം എടപ്പാൾ ടീമിലെ കായിക താരങ്ങൾ കൂടെ ഉണ്ട്. നിങ്ങളോട് ഇന്ന് മത്സരമുണ്ടെന്ന് അറിഞ്ഞിട്ട് നിങ്ങളെല്ലാം തയ്യാറെടുപ്പോട് കൂടെ തന്നെയാണ് എത്തിയിരുന്നത്. അഥവാ എങ്ങാനും ഇന്ന് ഈ ഒരു ദിവസം മത്സരം നടക്കാത്ത സാഹചര്യം വരികയാണെങ്കിൽ അത് നിങ്ങളെ വല്ലാതെ ബാധിക്കില്ലേ? ബാധിക്കും. ഞങ്ങളുടെ എക്സ്പെൻസ് സ്കൂളിൽ തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഇന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ അടുത്ത ദിവസം വരുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും എക്സ്പെൻസ് കൂടുകയേ ചെയ്യുന്നുള്ളൂ. പിന്നെ പ്ലേയേഴ്സൊക്കെ ആകെ ടയേർഡാണ്. മിഞ്ഞാന്ന് സബ് ജില്ലാ കളി, ഇന്നലെ സെലക്ഷൻ, ഇന്ന് ജില്ലാ കളി. ആകെ പ്ലേയേഴ്സ് ആകെ ടയേർഡാണ്. ഫിസിക്കലിയും മെൻ്റലിയും പ്ലേയേഴ്സ് ടയേർഡാണ്. ഞാൻ പറഞ്ഞത് തന്നെ, നമ്മളിപ്പോൾ മിഞ്ഞാന്ന് നമുക്ക് നട്ടുച്ചക്കൊക്കെ വെച്ചിട്ട് 3-4 മാച്ചോളം കളിച്ചിട്ടാണ് സബ് ജില്ല നമ്മൾ ഫിനിഷ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇന്നലെ അതേപോലെ നല്ല വെയിലത്ത് തന്നെ നമ്മൾ സെലക്ഷനും കഴിഞ്ഞ്. ഇപ്പം ഇന്ന് രാവിലെ 2 ദിവസമായിട്ടൊന്നും ഉറക്കമൊന്നും പ്രോപ്പറായിട്ടില്ല. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ അത് നേരത്തെ എണീച്ച് ഇങ്ങോട്ട് ട്രാവൽ ഇത്ര 1 മണിക്കൂറോണോ 1.5 മണിക്കൂറോണോ ഞങ്ങൾക്ക് ട്രാവലുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നുള്ളത്. ഇന്നത്തെ എക്സ്പെൻസ് തന്നെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതിന് ബില്ല് ചെയ്തിട്ടാണ് കിട്ടുക. ഇനി വീണ്ടും എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ അതും ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ആവും. ഒന്ന് കളി നടക്കണം എന്നുണ്ട്. പക്ഷെ അത് പിന്നെ ബാക്കി ഇങ്ങനെ സ്പീഡപ്പ് ആയതുകൊണ്ട് ബാക്കി പ്ലേയേഴ്സിന്റെ ചാൻസ് പോണാലേക്കുമ്പോൾ അതും വിഷമമുള്ള കാര്യം തന്നെയാണ്. പോലീസും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ ഏറെ നേരത്തെ വാഗ്വാദത്തിനൊടുവിലാണ് MSF ജില്ലാ വൈസ് പ്രസിഡന്റ് PT മുറാദ്, മണ്ഡലം പ്രസിഡന്റ് സുൽത്താൻ, മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ഉദയ്ഫ് കുന്നപ്പള്ളി, മുനിസിപ്പൽ യൂത്ത് ലീഗ് സെക്രട്ടറി ഉനൈസ് കക്കോത്ത്, അജ്മൽ ഏലംകുളം, ഫസീഖ് തുടങ്ങിയവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മണ്ഡലം ജനറൽ സെക്രട്ടറി നബീൽ, ജില്ലാ വർക്കിംഗ് കമ്മിറ്റി അംഗം നബീൽ വട്ടപ്പറമ്പ്, മണ്ഡലം ഭാരവാഹികളായ അൻസാർ ഒടുവിൽ, ഉദയ്ഫ്, ഹഫീസ്, നാഷിദ് വെട്ടത്തൂർ, സുഹേബ് ചെമ്മാണിയോട്, ഷിൽജാസ് മേലാട്ടൂർ, അജ്മൽ ആലിപ്പറമ്പ്, ആദിൽ കുന്നപ്പള്ളി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ചാനൽ ടൺ, പെരിന്തൽമണ്ണ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.